നമസ്കാരം. 9ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം സ്റ്റൈലാക്കാൻ സ്റ്റൈലുകൾ. ആഗസ്റ്റ് 22 ഫോക്ലോർ ദിനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന നാടോടി വിജ്ഞാനകോശം ലിബ്രിയോഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്ന പ്രവർത്തനത്തിലാണ് അനുവും കൂട്ടുകാരും. നാടോടി വിജ്ഞാനകോശത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി നെൽകൃഷിയുടെ ബന്ധപ്പെട്ട കലാരൂപങ്ങൾ, കൃഷിപ്പാട്ടുകൾ, പണ്ടുപയോഗിച്ചിരുന്ന കൃഷി ഉപകരണങ്ങൾ, കൃഷി ആചാരങ്ങൾ, കൃഷി ചൊല്ലുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ശേഖരിച്ച് അവ ലിബ്രിയോഫീസ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഡോക്യുമെന്റിൽ കെട്ടും മട്ടും എങ്ങനെ ഭംഗിയാക്കാം എന്ന ആലോചനയിലാണ് അവർ. ഡോക്യുമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഹോമിൽ സ്കൂൾ റിസോഴ്സസിനകത്ത് സ്റ്റാൻഡേർഡ് 9ൽ sample.ott എന്ന ഫയൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെന്റ്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് മനോഹരമാക്കേണ്ടത്. അതിന് എന്തെല്ലാം സങ്കേതങ്ങൾ നമ്മുടെ സഹായത്തിനുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കുന്നതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ രീതികളിലൂടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു മാർഗമാണ് ഇവിടെ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ OCR എന്നുള്ള ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാതെ തന്നെ ഡോക്യുമെന്റിന്റെ ഉള്ളടക്കം കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ചെയ്യുന്നതിന് പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ചിത്ര ഫയലിലോ സ്കാൻ ചെയ്ത ഡോക്യുമെന്റിലുള്ള അക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞ് ടെക്സ്റ്റാക്കി മാറ്റുന്ന സങ്കേതമാണ് OCR. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള G-Image Reader എന്നത് ഒരു OCR ആപ്ലിക്കേഷനാണ്. പുസ്തകത്തിലെ പേജുകളെ ചിത്ര ഫയലുകളോ PDF ഫയലുകളോ ആക്കി ഈ സോഫ്റ്റ്വെയറിലേക്ക് നൽകിയാൽ അവയിലെ അക്ഷരങ്ങൾ G-Image Reader തിരിച്ചറിഞ്ഞ് ടെക്സ്റ്റ് രൂപത്തിൽ ആക്കിത്തരും. അപ്പം അതിനൊരു അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നൊരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് സ്കൂൾ റിസോഴ്സസിൽ kummati.png എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അല്ലെ നമുക്ക് ഇത് തന്നെ, ഇതൊരു PDF ആണ്, ഇതിന്റെ ഒരു ചിത്രം എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു പ്രിന്റ് സ്ക്രീൻ എടുക്കാം. പ്രിന്റ് സ്ക്രീൻ എടുക്കുന്നു. അതിനുശേഷം ഇതിനെ ഒന്ന് സെലക്ട് ചെയ്ത് ഞാനിവിടെ ഇത്രയും ഭാഗം മതി. ഞാനൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്താൽ എൻ്റെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. അത് ഇവിടെ പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് എന്ന ഭാഗത്ത് ലാസ്റ്റിലായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ചിത്രം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രീതി തന്നെ ഒന്ന് കാണിക്കാം. ആദ്യം നമുക്ക് G-Image Reader എന്ന് തുറക്കാം. GIM എന്നടിക്കുമ്പോൾ തന്നെ G-Image Reader വരും. അത് സെലക്ട് ചെയ്യാം. ഇനിയും ഏത് ചിത്രത്തെയാണോ അല്ലെ PDF-നെയാണോ നമുക്ക് അക്ഷരമാക്കി മാറ്റേണ്ടത് അത് നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ ഫയൽസ് എന്ന ഭാഗത്ത് ഒന്ന് സെലക്ട് ചെയ്താൽ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ സ്ക്രീൻഷോട്ട് ആയിരിക്കും ആദ്യം തന്നെ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പൺ കൊടുത്തിട്ട് നമുക്ക് ആ ഫയൽ സെലക്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. ഇവിടെ ഓപ്പൺ കൊടുത്ത് എവിടെയാണോ ആ ഫയലുള്ളത് അതിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ സ്ക്രീൻഷോട്ട് ഇപ്പം ഇവിടെ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഏത് രീതിയിലുള്ള ടെക്സ്റ്റാണ് വേണ്ടത്, പ്ലെയിൻ ടെക്സ്റ്റ് ആണോ PDF ആക്കി വേണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഏതൊക്കെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജിൽ നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത് ഇവിടെ പറയുന്നു. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്താൽ മലയാളം മാത്രം മതി. മലയാളം സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെ ഇംഗ്ലീഷും മലയാളവും ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടി ലിംഗ്വലുണ്ട്. അവിടെ നമുക്ക് വേണ്ട ഏതൊക്കെ ലാംഗ്വേജ് ആണോ അത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇംഗ്ലീഷും മലയാളമാണ്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കതും സെലക്ട് ചെയ്യാൻ സാധിക്കും. തമിഴോ കന്നഡയോ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷും മലയാളം മാത്രം മതി. അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്കിവിടെ റെക്കഗ്നൈസ് ഓൾ എന്നുള്ള അവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ അതിവിടെ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ആ ഇമേജിലുള്ള ടെക്സ്റ്റിനെ ഇമേജിലുള്ള ടെക്സ്റ്റിനെ നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റാൻ പറ്റും. അതൊരു ഇമേജാണ്, അതിനെ ടെക്സ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചില തിരുത്തുകളൊക്കെ ചിലപ്പം വരുത്തേണ്ടി വരും. അത് എഡിറ്റ് ചെയ്ത് തിരുത്തിയാൽ മതിയാവും. ഓക്കെ, ഇതിവിടെ ഇംഗ്ലീഷും മലയാളം കൂടെ ആയതുകൊണ്ടാണ് കുറച്ച് തെറ്റുകൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് തനിയെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് തിരുത്താവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഫയലിനെ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ ആ ഫയലിനെ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തതിനു ശേഷം കോപ്പി ചെയ്യുന്നു. നമുക്ക് എവിടെയാണോ വേണ്ടത്, ഇപ്പോൾ റൈറ്ററിലേക്ക് നമുക്ക് അതിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്ററിലേക്ക് Ctrl+V ഉപയോഗിച്ച് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കുമ്മാട്ടി എന്ന് പറയുന്ന ആ ഒരു
ഫയലിനെ മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും ഇവിടെ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തുകൊണ്ടാണ് kummati.png ഇവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, ആഡ് ഇമേജസ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അവിടെ നിന്നും നമുക്ക് ഹോമിൽ പോയിട്ട് സ്കൂൾ റിസോഴ്സസിനകത്ത് ക്ലാസ് 9 kummati.png കൊണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി റെക്കഗ്നൈസ് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്ട് ആയി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ലഭിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കോപ്പി ചെയ്ത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഫയൽ ആഡ് ചെയ്യാൻ ഈ ഭാഗവും ഫോൾഡർ ആഡ് ചെയ്യാനാണ് ഈ ഒരു ഐക്കണും കൊടുത്തിരിക്കുന്നത്. ആ രീതി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീനിൽ നിന്നൊക്കെ ഉള്ള ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാൻ അനുവദിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ടെക്സ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ഡോക്യുമെന്റ് റെഡിയാക്കുന്നതിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇതാണ് ആ ഡോക്യുമെന്റ് സ്റ്റൈലാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. പത്രങ്ങൾ, ആഴ്ചപ്പതിപ്പുകൾ, മാഗസീനുകൾ തുടങ്ങി ധാരാളം പ്രസിദ്ധീകരണങ്ങളാണ് ഇന്ന് ഡിജിറ്റലും അല്ലാതെയും നമുക്ക് വായിക്കാൻ ലഭിക്കുന്നത്. ഇത്തരം പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാം ഉള്ളടക്കം എത്ര മനോഹരവും വ്യത്യസ്തമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോന്നിനും അവയുടേതായ ഡിസൈനുകളുണ്ട്. ഓക്കെ, നമ്മുടെ IT പാഠപുസ്തകത്തിൽ ഉള്ളടക്കം ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. അപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ശീർഷകങ്ങൾക്കെല്ലാം ഉപശീർഷകങ്ങൾക്കെല്ലാം ഒരേ സ്റ്റൈലായിരിക്കും. നോക്കാം, ഇപ്പോൾ ഈ ശീർഷകമാണ്, മെയിൻ ശീർഷകമാണ്. അപ്പോൾ ഇതിനൊരു സ്റ്റൈലുണ്ട്. നോക്കാം, ഇവിടെ മെയിൻ ശീർഷകങ്ങൾ പോസ്റ്റർ ചിത്രങ്ങൾ എന്നുള്ളത് ആദ്യത്തെ മെയിൻ ഹെഡിങ് ആണ്. അപ്പോൾ അതിനും ഈ രണ്ടാമത്തെ നമ്മൾ നോക്കുമ്പം അതും ഒരേപോലെയാണ് ആ സ്റ്റൈല് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ സബ് ടൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെയാണ്. എല്ലാ സബ് ടൈറ്റിലിനും ഒരേ രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ബോക്സ് ഒക്കെ കൊടുത്തിരിക്കുന്നതും ഒരേ സ്റ്റൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെന്റിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിബ്രിയോഫീസ് റൈറ്റർ ഉപയോഗിച്ച് അക്ഷരങ്ങൾ, ഖണ്ഡികകൾ, പേജുകൾ എന്നിവ ആകർഷകമാക്കുന്നത് എങ്ങനെ നാം 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതോടൊത്ത് നോക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ടെക്സ്റ്റിനും ഇതിലുള്ള ഓരോ ഹെഡിങ്ങിനും നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ ഈ പറയുന്ന ഒരേപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറും സൈസും ഫോണ്ടും എല്ലാം ഓരോരുത്തർക്കും പോയി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും സഹായമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള എളുപ്പവഴി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ധാരാളം പേജുകളുള്ള ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ ഓരോ പേജിലെയും ഉള്ളടക്കം വെവ്വേറെ ഫോർമാറ്റ് ചെയ്യുന്നത് അല്പം പ്രയാസകരമാണ്. മാത്രമല്ല ശീർഷകങ്ങളുടെയും ഉപശീർഷകങ്ങളുടെ ഖണ്ഡികളുടെ ഡിസൈനിൽ പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ പേജിൽ പോയി ഈ പ്രവർത്തനം ആവർത്തിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് തന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ റെഡ് കൊടുത്തു, ഇതിന് റെഡ് കൊടുത്തു. ഇനിയും ഇതിന് ഞാൻ റെഡ് അല്ലെങ്കിൽ റെഡ് കൊടുത്തു. ഓക്കെ, ഇനി മൂന്നാമത്തേനും ഞാൻ റെഡ് കൊടുത്തു. ഓക്കെ, റെഡി. അപ്പോൾ ഇങ്ങനെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത്, അല്ലെങ്കിൽ വേറെ ഒരാളും പറഞ്ഞു ഇത് റെഡ് അല്ല, എനിക്ക് ഇനി വേണ്ടത് ഗ്രീൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇവിടെ പോയി തിരുത്തണം. ഇനി രണ്ടാമത് പോയി ഇവിടെ പോയി തിരുത്തണം. പിന്നെ മൂന്നാമത് ഇവിടെ പോയി തിരുത്തണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് മൂന്നെണ്ണം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒത്തിരി ഉണ്ടെങ്കിൽ ഇതെല്ലാം വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് അതിനും എന്തെങ്കിലും മാർഗമുണ്ടോ, അപ്പം ഇപ്പം ഇത് അല്ലാതെ എന്തെങ്കിലും ഒരുമിച്ച് മാറ്റാനുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ അതിനുവേണ്ടി നമ്മൾ ലിബ്രിയോഫീസ് റൈറ്റർ ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിൽ ഉള്ള ഒരു സങ്കേതമാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓരോ ഡോക്യുമെന്റിലെ ഓരോ ഘടകത്തിനും നാം ഉപയോഗിക്കുന്ന ഫോർമാറ്റിംഗ് സങ്കേതങ്ങൾ, ശീർഷകങ്ങൾ, ഉപശീർഷകങ്ങൾ, ഖണ്ഡികൾ എന്നിവയുടെ അക്ഷരരീതി, അത് ഫോണ്ട് സ്റ്റൈല്, നിറം, വലിപ്പം, മാർജിനിൽ നിന്നുള്ള അകലം തുടങ്ങിയവ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി നിർവചിച്ചു വെച്ച് പിന്നീടുള്ള ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാവില്ലേ. ഇതിന് നമ്മെ സഹായിക്കുന്ന ലിബ്രിയോഫീസ് റൈറ്ററിലെ സങ്കേതമാണ് സ്റ്റൈൽസ്. ഓക്കെ, ഒരു പുസ്തകത്തിലെ ശീർഷകങ്ങളെ നാം തിരിച്ചറിയുന്നത് അതിന്റെ അക്ഷരരീതി, നിറം, വലുപ്പം, മാർജിനിൽ നിന്നുള്ള അകലം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. റൈറ്റർ സോഫ്റ്റ്വെയറിൽ ഡോക്യുമെന്റിലെ ഉള്ളടക്കങ്ങൾക്ക് വേണ്ട ഇത്തരം ഫോർമാറ്റുകൾ മുൻകൂട്ടി നിർവചിച്ചു വെക്കാനുള്ള സൗകര്യമുണ്ട്. ശീർഷകങ്ങൾ, ഖണ്ഡികകൾ, പേജുകൾ, ലിസ്റ്റുകൾ, ടേബിളുകൾ എന്നിവയുടെ പ്രത്യേകത മുൻകൂട്ടി നിർവചിച്ചു വെക്കുന്നതാണ് സ്റ്റൈലുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ സ്റ്റൈലുകൾ പിന്നീട് ഡോക്യുമെന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന
കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിലേ നമുക്ക് ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു, പിന്നെ ആയിരിക്കും നമ്മൾ കുറേ കാര്യങ്ങളോട് ആ ഡോക്യുമെന്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അവിടെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ തയ്യാറാക്കി വെച്ച സ്റ്റൈലിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ശീർഷകങ്ങൾ നിർവചിക്കുക എന്ന പ്രവർത്തനത്തിൽ കിടക്കാം. അതിനോടൊപ്പം തന്നെ OTT ഫയലിനെ കുറിച്ചൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമ്മളിപ്പം തുറന്നത് ഇവിടെ നമ്മൾ ഹോമിൽ ഒരു OTT ഫയലാണ്, ഒരു ടെംപ്ലേറ്റ് ഫയലാണ് നമ്മൾ തുറന്നത്. സ്കൂൾ റിസോഴ്സസിനകത്ത് ക്ലാസ് 9 sample.ott എന്നുള്ള ഫയലാണ് തുറന്നത്. നമ്മൾ സാധാരണ റൈറ്റിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന ഫയലിന്റെ ഫോർമാറ്റ് .odt ആണ്, ഇത് OTT ആണ്. എന്താണ് സംഭവം? ഇത് ഓപ്പൺ ഡോക്യുമെന്റ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റ് ടെംപ്ലേറ്റ് ഫയലുകളാണ് OTT ഫോർമാറ്റിലുള്ള ഫയലുകൾ തുറക്കുമ്പോൾ സേവ് ചെയ്യാത്ത ഫയലുകളായോ ആണ് ലഭ്യമാകുക. അതിന് ഇത്തരം ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഫയൽ ആദ്യമേ സേവ് ചെയ്യുന്നതാണ് അഭികാമ്യം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ആ sample.ott തുറന്നു കഴിഞ്ഞപ്പോഴും പക്ഷേ അതിന്റെ ഹെഡിങ് വന്നിരിക്കുന്നത് അൺടൈറ്റിൽ 1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സാമ്പിളിൽ നിന്ന് വന്നില്ല, അൺടൈറ്റിൽ 1. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സേവ് ചെയ്യാം. സേവ് ആസ് കൊടുത്തിട്ട് സേവ് ചെയ്യാം. നമ്മുടെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 9 ഉണ്ട്, അവിടെ നമുക്ക് അതിൻ്റെ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. ഫോക്ലോർ എന്നുള്ള പേര് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ബാക്കി ഇനി നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റൈലുകൾ അല്ലെങ്കിൽ ശീർഷകങ്ങൾ നിർവചിക്കാം എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ശീർഷകം സ്റ്റൈൽ സങ്കേതം ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്യുന്നതിന് sample.ott എന്ന ഫയലിലെ ലിബ്രിയോഫീസ് റൈറ്റ് തുറന്ന് ഒന്നാമത്തെ ശീർഷകം സെലക്ട് ചെയ്യാം. ഫോർമാറ്റിംഗ് ടൂൾ ബാറിന്റെ ഇടത്തെ അറ്റത്തുള്ള സ്റ്റൈൽ ബോക്സ് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ശീർഷകത്തിന് സ്റ്റൈൽ നൽകുന്നതിനായി ഹെഡിംഗ് 1 ക്ലിക്ക് ചെയ്യുക. ഒരു പേര് നൽകി ഫയൽ സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം, ഇതാണ് ഫയൽ. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഹെഡിംഗ് 1 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു, ഇവിടെ നിന്നും കുറച്ച് മാറ്റങ്ങൾ വന്നു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ഫോണിൻ്റെ പേര് രചന എന്നുണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് 18 ആയി. ഇവിടെ ബോൾഡാണ്. ഫോണ്ട് കളർ ഓട്ടോമാറ്റിക്കാണ് വന്നിരിക്കുന്നത്. ഫോണ്ട് കളർ ഓട്ടോമാറ്റിക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നു. ഓക്കെ, ഇനിയും പറയുന്നത് നോക്കൂ, ഇവിടെ പറയുന്നത് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ആദ്യ ശീർഷകത്തിലുണ്ടായത്? തലക്കെട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റിംഗ് ടൂൾ ബാർ പരിശോധിച്ച് കണ്ടെത്തിയ ഇവിടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ പറയുന്നുണ്ട്. പ്രധാന ശീർഷകങ്ങൾക്ക് വേണ്ട ചില പ്രത്യേകത നിർവചിച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഹെഡിംഗ് 1. ഓക്കെ, അപ്പോൾ പ്രധാന ശീർഷകങ്ങൾക്ക് വേണ്ടി ഇപ്പം ലിബ്രിയോഫീസ് റൈറ്റർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇത് ഒരു ഹെഡിംഗ് 1 എന്നുള്ള സ്റ്റൈല് അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനി മാറ്റങ്ങൾ വരുത്തണം. ഇപ്പം ഫോണ്ട് സൈസ് 18 ആവണം, അതിൻ്റെ ഫോണ്ട് രചനയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഹെഡിംഗ് 1. അപ്പം നമ്മൾ ഹെഡിംഗ് 1 എന്നുള്ള സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നതായി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സ്റ്റൈൽ പ്രയോഗിക്കുമ്പോൾ നാം സെലക്ട് ചെയ്ത വാക്കുകൾ ശീർഷകമായി തിരിച്ചറിഞ്ഞ് പ്രസ്തുത സ്റ്റൈലിൽ നിർവചിച്ചിട്ടുള്ള ഫോർമാറ്റുകൾ ആ ശീർഷകത്തിന് നൽകുകയാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഡോക്യുമെന്റിലെ ഉള്ളടക്കം ആകർഷകമാക്കുന്ന വിവിധ സ്റ്റൈലുകൾ ലിബ്രിയോഫീസ് റൈറ്ററിലുണ്ട്. സ്റ്റൈൽ ബോക്സിലെ മോർ സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്തപ്പോൾ ലഭിക്കുന്ന സ്റ്റൈൽസ് ജാലകം പരിശോധിച്ച് ഏതൊക്കെ വിഭാഗം സ്റ്റൈലുകളാണ് ഈ ജാലകത്തിലുള്ളതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ അത് പറയുന്നത് ഇവിടെ നിന്നും ഹെഡിംഗ് 1 താഴേക്ക് പോകുമ്പോൾ മോർ സ്റ്റൈൽ എന്നുള്ളതുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോർ സ്റ്റൈൽ ആയപ്പോഴത്തേനും ഇവിടെ ധാരാളം സ്റ്റൈലുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്കിതെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. നാം നേരത്തെ ഉപയോഗിച്ച ഹെഡിംഗ് 1 സ്റ്റൈല് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നെന്ന് കണ്ടെത്തുമല്ലോ. ഇനി ഡോക്യുമെന്റിന്റെ മറ്റ് ശീർഷകങ്ങൾ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകണമെന്നുണ്ടെങ്കിലോ സ്റ്റൈൽസ് ജാലകത്തിൽ ഫിൽ ഫോർമാറ്റ് മോഡ് ഉപയോഗിച്ച് ശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈല് നൽകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, അതിനായി നൽകേണ്ട സ്റ്റൈല് സെലക്ട് ചെയ്യുക. ഫിൽ ഫോർമാറ്റ് മോഡിൽ നിന്നും ക്ലിക്ക് ചെയ്ത് സ്റ്റൈൽ നൽകേണ്ട ശീർഷകങ്ങൾ സെലക്ട് ചെയ്യുക. ഫിൽ ഫോർമാറ്റ് മോഡ് ഒഴിവാക്കാൻ എസ്കേപ്പ് കീ അമർത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്കൊരു ഹെഡിങ് കൊടുക്കേണ്ടതുണ്ട്. അത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഹെഡിങ് സ്റ്റൈല് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്നും ഫിൽ ഫോർമാറ്റ് മോഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഐക്കൺ ലഭിക്കുന്നതാണ്. ഇനി ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. താഴേക്ക് വരുമ്പോൾ
കൃഷി ആചാരങ്ങൾ എന്നുള്ള സെലക്ട് ചെയ്യാം. ഇനി താഴേക്ക് വരുമ്പോൾ കൃഷി പാട്ടുകൾ എന്നുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ ഹെഡിങ്ങുകൾ കൃഷി ഉപകരണങ്ങൾ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. ഇനിയും താഴേക്ക് വരുമ്പോൾ കൃഷി ചൊല്ലുകൾ എന്നുണ്ട്, അത് സെലക്ട് ചെയ്യാം. അങ്ങനെ മെയിൻ ഹെഡിങ്ങുകൾ അല്ലേ, അതെല്ലാം നമുക്ക് ഉപസംഹാരം കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനിയും ഇത് നമുക്ക് ഇപ്പോഴും ആ ഒരു ഐക്കൺ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ട് എസ്കേപ്പ് കീബോർഡിൽ എസ്കേപ്പ് എന്നുള്ള കീ പ്രസ് ചെയ്ത് നമുക്ക് അത് ഒഴിവാക്കാം. ഓക്കെ, റെഡി. ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ കൊടുത്തപ്പോൾ അതിൻ്റെ എല്ലാം ഹെഡിങ്ങിൻ്റെ കളറെല്ലാം ബ്ലാക്ക് ആണ്. അതുപോലെ രചനയാണ് ഫോണ്ട് സൈസ് 18 ആണ്. ഓക്കെ, ബോൾഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതല്ല വേണ്ടത്, നമുക്ക് വേറൊരു ഫോണ്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറ്റണം. അപ്പോൾ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഏത് രീതി വേണമെന്നുള്ള പറയുന്നുണ്ട്. ഫോണ്ട് ഫാമിലി തുമ്പി ആയിരിക്കണം, അതുപോലെ സൈസ് 14 മതി, ഫോണ്ടിന്റെ കളർ റെഡ് ആയിരിക്കണം, അലൈൻമെന്റ് സെന്റർ ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ നിന്നും ഇവിടെ ഹെഡിങ് 1 എന്നുള്ള ആ സ്റ്റൈലിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ മോഡിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു ജാലകം തുറന്നു വരും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഫോണ്ട് സെലക്ട് ചെയ്യാം. ഫോണ്ടിനകത്ത് ധാരാളം മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. ഇവിടെ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഫോണ്ട് മാറ്റുക എന്നുള്ളതാണ്. ഫോണ്ട് ഇപ്പം ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. നമുക്ക് മലയാളമാണ് മാറ്റേണ്ടതെങ്കിൽ ഇവിടുത്തെ ഫോണ്ട് മാറ്റിയാൽ മതിയാവും. ഇവിടെ നമുക്ക് തുമ്പ എന്നുള്ള ഫോണ്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് തുമ്പ എന്നുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ സൈസ് 14 പറഞ്ഞിരിക്കുന്നത്, 14 മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെഡി. ഇനി അതിൻ്റെ കളറ് മാറ്റേണ്ട ഫോണ്ട് എഫക്റ്റ് ആണ്. അവിടെ നമുക്ക് ഫോണ്ട് കളർ ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്, അത് മാറ്റി റെഡ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുത്താൽ നമ്മൾ എവിടേക്കാണോ ഹെഡിങ് 1 എന്നുള്ള ഹെഡിങ് കൊടുത്തത് അപ്ലൈ ചെയ്തത് അവിടെ എല്ലാം ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇതിന് നമുക്ക് ഇനി വേറൊരു കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മോഡിഫൈ ചെയ്യാം. അവിടെ നമുക്ക് റെഡിന് പകരം ബ്ലൂ ആണ് കൊടുക്കേണ്ടെങ്കിൽ ഒന്ന് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം എവിടേക്കാണോ ഹെഡിങ് 1 അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ എല്ലാം ആ ബ്ലൂ എന്നുള്ള കളർ വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തേക്കാം. നമ്മളോട് റെഡാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കിവിടെ റെഡ് തന്നെ കൊടുക്കാം. ഓക്കെ, റെഡി. അതുപോലെ ഒരു മാറ്റം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. അലൈൻമെന്റ് സെന്റർ ആക്കണമെന്ന്. അപ്പോൾ അലൈൻമെന്റിനകത്ത് സെന്റർ എന്നുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുത്താൽ അതെല്ലാം സെന്ററിലേക്ക് വരുന്നതായി കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇതുവരെ ഓൾറെഡി ഉള്ള ഒരു സ്റ്റൈലിനെ അപ്ലൈ ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം ആ സ്റ്റൈലിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പഠിച്ചു. നമുക്ക് ഇതല്ലാതെ നമുക്ക് പുതിയൊരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ, ആ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ലിബ്രിയോഫീസ് റൈറ്ററിൽ നിലവിലുള്ള സ്റ്റൈലുകൾ മാറ്റം വരുത്തിയതുപോലെ തന്നെ പുതിയ നിർമ്മിക്കാനും കഴിയും. ഡോക്യുമെന്റിന് ഏതൊക്കെ സ്റ്റൈലുകളാണ് വേണ്ടതെന്നും അവയുടെ പ്രത്യേകത എന്തെല്ലാം ആണെന്നും ആദ്യം തീരുമാനിക്കാം. നമ്മുടെ ഡോക്യുമെന്റ് ശീർഷകങ്ങൾക്കും ഉപശീർഷകങ്ങൾക്കുമായി പുതിയതായി നിർമ്മിക്കേണ്ട യഥാക്രമം മൈ സ്റ്റൈൽ 1, മൈ സ്റ്റൈൽ 2 എന്നീ സ്റ്റൈലുകൾക്ക് ആവശ്യമായ ഫോർമാറ്റുകൾ എന്തെല്ലാം നിശ്ചയിച്ച് പട്ടിക 2.2 രേഖപ്പെടുത്തും. അപ്പം മൈ സ്റ്റൈൽ 1, മൈ സ്റ്റൈൽ 2 ആണ് അതിന്റെ ഫോണ്ടിന്റെ ഫാമിലി അല്ലെങ്കിൽ സ്റ്റൈൽ ഏതാണെന്ന് നോക്കുക. വലുപ്പം എത്ര വേണമെന്ന് പറയാം, നിറം എന്ത് വേണമെന്ന് പറയാം, അലൈൻമെന്റ് എവിടെ ആയിരിക്കണമെന്നും, പിന്നെ അതുപോലെ മാർജിനിൽ നിന്നുള്ള അകലം എത്രയാണെന്നൊക്കെ നമ്മൾ നിശ്ചയിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡിംഗ് എന്ന വിഭാഗത്തിലെ പുതിയ സ്റ്റൈൽ നിർമ്മിക്കുന്നതിനായി സ്റ്റൈൽസ് ജാലകം തുറന്ന് പാരഗ്രാഫ് വിഭാഗത്തിലെ ഹെഡിങ്ങിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹെഡിംഗ് എന്നുള്ള വിഭാഗത്തിലാണ് പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഹെഡിങ് എന്നുള്ളതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ എടുക്കുന്നു. അപ്പോൾ അവിടെ പേര് കൊടുക്കാനാണ് ആദ്യം വരുന്ന സ്റ്റൈലിലെ പേര് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് മൈ സ്റ്റൈൽ 1 എന്ന് കൊടുക്കാം. ഇനിയും ഫോണ്ട് എന്താണോ നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ മലയാളം തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് മാറ്റണമെന്നില്ല. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ അവിടെ ഫോണ്ട് മാറ്റേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഇവിടുത്തെ മാറ്റാം. നമുക്ക് രചന എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് അനേക മലയാളം എന്ന് പറയുന്ന ഒരു ഫോണ്ടുണ്ട്, അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് ആദ്യം തന്നെ നിശ്ചയിക്കണം. നമ്മൾ ഈ പറയുന്ന ഡിസൈനിങ് ഒക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നിശ്ചയിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ മഞ്ചരി എന്നൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഹെഡിങ് ആണ് തന്നെ ബോൾഡാക്കാം. സൈസ് നമുക്ക് വേണമെങ്കിൽ ഒരു 16 ആക്കാം. ഫോണ്ടിന്റെ നിറം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് മാറ്റിയിട്ട്
നമുക്ക് തൽക്കാലം ഗ്രീൻ കൊടുക്കാം. ഇനിയും അലൈൻമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെന്റർ ആക്കാം. ഇവിടെ മാർജിനിൽ നിന്നുള്ള അകലം പറയുന്നുണ്ട്. അവിടെ നമ്മൾ സെന്റർ അലൈൻമെന്റ് കൊടുത്തുകൊണ്ട് തന്നെ അത് സെന്റർ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് സ്പേസിംഗിനകത്ത് ബിഫോർ ടെക്സ്റ്റിന് നമുക്ക് കുറച്ച് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ആണെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ഫോണ്ടിന്റെ ഇത് ബോൾഡാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ഒന്ന് ആക്കി എടുക്കാം. അപ്പോൾ ഒന്ന് ബോൾഡായിരിക്കുന്നു. ശരി, ഓക്കെ, റെഡി. നമുക്കിനിയും എന്ത് വേണം? ഈ പറയുന്ന ഈ സബ് ഹെഡിങ്ങുകൾക്ക് നമുക്ക് ആ സ്റ്റൈല് കൊടുക്കാം. സബ് ഹെഡിങ്ങുകൾക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. നോക്കട്ടെ. നമുക്ക് ആ ഹെഡിങ് തന്നെ നേരത്തെ കൊടുത്ത ഹെഡിങ്ങുകൾക്ക് തന്നെ ഒന്നുകൂടെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ആദ്യം സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഫിൽ ഫോർമാറ്റ് മോഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ആ ടൂൾ എടുക്കാം, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ ഉള്ളിടത്തെല്ലാം നമുക്ക് കൊടുക്കാം. ഓക്കെ, റെഡി. പുതിയ സ്റ്റൈൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മറ്റേത് സ്റ്റൈലിന്റെ ഓൾറെഡി അപ്ലൈ ചെയ്ത സ്ലൈഡ് അല്ലെങ്കിൽ സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മോഡിഫൈ ചെയ്താൽ മതിയാവും. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്റ്റൈലൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കാം. നമുക്കൊരു മൈ സ്റ്റൈൽ 2 എന്നുള്ള രീതിയിൽ ഹെഡിങ്ങിൽ തന്നെ മൈ സ്റ്റൈൽ 2 എന്നുള്ളത് കൊടുക്കാൻ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ കൊടുക്കുന്നു. മൈ സ്റ്റൈൽ 2 എന്നുള്ളത് പേര് കൊടുക്കാം. അത് സബ് ഹെഡിങ്ങുകൾക്ക് വേണ്ടിയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സ്റ്റൈൽ 2. ഓക്കെ, അവിടെ കേരളീയ എന്നൊരു സ്റ്റൈൽ പറയുന്നുണ്ട്, ഫോണ്ട് പറയുന്നുണ്ട്. അതിപ്പം മഞ്ചേരിയുമായി ചേരുമോയെന്ന് അറിയത്തില്ല. എന്നാലും കേരളീയ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അവിടെ മഞ്ചേരിക്ക് 14 ആയതുകൊണ്ട് ഇതിന് 13 ഒക്കെ കൊടുത്താലും മതിയാവും. റെഡി. നമുക്ക് ഈ രീതിയിൽ തന്നെ എന്താണ് ഈ ടെക്സ്റ്റിന്റെയും ഈ ടെക്സ്റ്റ് ബോഡിയുടെയും സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനെ അപ്ലൈ ചെയ്യാൻ പുതിയ ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ നമുക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് കളറ് ബ്ലൂ കൊടുക്കാം അല്ലേ? ബ്ലൂ കൊടുക്കാം. ശരി. ഇപ്പം മോർ കസ്റ്റം കളർ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും മോർ കളർ ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത കളറാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും കസ്റ്റം കളറിൽ നിന്ന് സെലക്ട് ചെയ്യാം. പൊസിഷൻ അലൈൻമെന്റ് ലെഫ്റ്റ് കൊടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് സ്പേസിംഗ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ കുറച്ച് മുന്നോട്ട് മാറ്റി കൊടുക്കാം. മുമ്പ് എത്രയാണോ കൊടുത്തത് അത് തന്നെ കൊടുക്കുക. ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും അത് കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്ത പുതിയ സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഇനിയും അത് നമുക്കൊന്നുകൂടി നോക്കാം. ഞാൻ ബോൾഡ് കൊടുത്തൊരു സംശയമുണ്ട്. ഇവിടെ ഫോണ്ട് റെഗുലർ ആണ്, അത് മാറ്റി ബോൾഡാക്കാം. ശരി, ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നിന്നും സബ് ഹെഡിങ്ങുകൾക്കെല്ലാം സ്റ്റൈൽ കൊടുക്കാം. ഇവിടെ കുമ്മാട്ടി എന്നുള്ളത് ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടുത്തെ നേരത്തെ ഓൾറെഡി ഒരു സ്റ്റൈൽ നിൽക്കുകയാണ്. നമുക്ക് എസ്കേപ്പ് അടിച്ചിട്ട് അതിനെ കളയണം. കൺട്രോൾ സെറ്റ്. ഓക്കെ, എസ്കേപ്പ് അടിച്ച്. ഓക്കെ, ഇനിയും ഹെഡിങ് സ്റ്റൈൽ നോക്കുന്നു. ഇനിയും ഇവിടെ നിന്നും ഫിൽ ഫോർമാറ്റ് മോഡ് എടുക്കുന്നു. കുമ്മാട്ടി എന്നുള്ള സെലക്ട് ചെയ്യാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്താലും അതിലൊന്ന് ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അത്രയും കളർ വേണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് അതൊക്കെ മാറ്റാം. സ്റ്റൈൽ ഓൾറെഡി ഉള്ളതിനെ നമുക്ക് മാറ്റാൻ സാധിക്കുമല്ലോ. റെഡി. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവൻ വന്നോളും. റെഡി. കലപ്പ. ഓക്കെ, ഇങ്ങനെ മൊത്തം ചെയ്യാം. ഞാൻ മൊത്തം ഇപ്പോൾ അപ്ലൈ ചെയ്തൊരു ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇതിപ്പം എസ്കേപ്പ് കീ പ്രസ് ചെയ്തിട്ട് ഇവനെ ഒഴിവാക്കാം. 2 പ്രാവശ്യം ഒന്ന് എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതിയാവും. റെഡിയാവാൻ പോയിട്ടുണ്ട്. നമുക്കിനി ഈ സംഭവം വേണ്ട. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യാൻ ശേഷം ഡിഫോൾട്ട് പാരഗ്രാഫ് സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഡിഫോൾട്ട് പാരഗ്രാഫ് സ്റ്റൈലിലേക്ക് മാറിക്കോളും. പിന്നെ അതിന് ഏതാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് കൊടുത്താൽ മതിയാവും. റെഡി. അപ്പോൾ ഈ മോഡിഫൈ ചെയ്തപ്പം ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഈ ബിഫോർ പാരഗ്രാഫ് ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഇവിടെ ഇൻഡിപെൻഡന്റ് സ്പേസിംഗ് അതിൽ എബോ പാരഗ്രാഫ് എന്നുള്ള 42 ആണ് കിടക്കുന്നത്. അതാണ് ഒത്തിരി ഗ്യാപ്പ് വരുന്നത്. നമുക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി 0.1 അല്ല 0.2 ഒക്കെ ആക്കാം. അപ്പം 0.2 തന്നെ മേളിലും താഴെയും വന്നോളും. അപ്പോൾ അത്രയും ഗ്യാപ്പുകൾ അവിടെ കുറഞ്ഞോളും.
ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശരി, ഓക്കെ, റെഡി. അപ്പോൾ ഇനിയും നമുക്ക് പറഞ്ഞിരിക്കുന്നത്, അപ്പം ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഫയൽ സേവ് ചെയ്യാൻ പറയുന്നു, അത് ബന്ധമായിട്ട് ചെയ്യാം. Ctrl+S പ്രസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം കൃഷിച്ചൊല്ലുകൾ എന്നുള്ളത് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ അത് അത്രയും സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നും 1.1 ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് അത്രയൊന്നും വേണ്ട, 0.6 ഒക്കെ മതിയെങ്കിൽ ഓക്കെ റെഡി വെച്ചാൽ അതെല്ലാം ഇങ്ങോട്ട് മാറിക്കോളും. റെഡി. ഓക്കെ, സേവ് ചെയ്യാം. ഈ കളർ ഭയങ്കര ഡാർക്ക് അല്ലേ, അത്രയും വേണ്ട. മോഡിഫൈ ചെയ്യാം. ഫോണ്ട് കളർ റെഗുലർ, എവിടെ ഫോണ്ട് എഫക്റ്റിൽ അല്ലേ, കളർ മാറ്റുക. ഇപ്പം സാധാ ബ്ലൂ മതിയെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, റെഡി. ഇപ്പോൾ റെഡിയായി. ഈ ഫോണ്ടിന്റെ സൈസും കുറച്ചുകൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാം. മൈ സ്റ്റൈലിൽ പോയിട്ട് ഇതല്ലേ, ഇത് കുറച്ചുകൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം. അവിടെ നിന്നും എല്ലാം ഇപ്പോൾ എവിടെ മാറ്റം വരുത്തുന്നു അതെല്ലാം എല്ലായിടത്തും വന്നോളും. അതാണ് അതിൻ്റെ ഒരു ഗുണം, വലിയ ഗുണം അതാണ്. ഓക്കെ, 15 ആക്കുകയാണെങ്കിൽ 15 ആക്കാം, കുറച്ചുകൂടെ വലുതായിട്ട് ഇരുന്നോളും. റെഡി. ഓക്കെ, റെഡി. ഇനി കൃഷിച്ചൊല്ലുകൾ അല്ലേ, ഞാൻ ഇങ്ങനെ മാറ്റി പോവാം, സമയം കളയുന്നു. ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. മുമ്പേ പറഞ്ഞ പോലെ എബവ് പാരഗ്രാഫും ബിലോ പാരഗ്രാഫും 42 ഒക്കെ അത്രയൊന്നും വേണ്ട, 0.2 മതി. ഓക്കെ, മേളിലും താഴെയും 0.2, അപ്പം 0.4 ആയിക്കോളും. റെഡി, മതി തൽക്കാലം. ഇനി ബാക്കിയുള്ള നിങ്ങൾ ചെയ്തോ. ശരി, ഈ ടെക്സ്റ്റിന് അലൈൻമെന്റ്, ടെക്സ്റ്റിന്റെ സംഭവം ഇവിടെ ഇപ്പോൾ ഇവിടെ ഡീഫോൾട്ട് പാരഗ്രാഫ് സ്റ്റൈൽ എന്നുള്ളതാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റാം. ഇവിടെ ഫോണ്ട് എടുക്കാം. ഇവിടെ ഇതിന് പകരം നമുക്ക് മഞ്ചരി ആണെങ്കിൽ മഞ്ചരി കൊടുക്കാം. മഞ്ചരി കൊടുക്കുന്നു. 12 സ്റ്റൈൽ മതി. ഓക്കെ, റെഡി. അതിന്റെ ഇന്ത്യൻ ആൻഡ് സ്പേസിങ്ങിനകത്ത് ലൈൻ അറേഞ്ച്മെന്റ്, അതായത് ലൈനുകൾ തമ്മിലുള്ള അകലം സിംഗിൾ വേണോ 1.5 വേണോ എന്നൊക്കെ കൊടുക്കാം. 1.5 കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം എന്തായി ആ മഞ്ചരി എന്നുള്ള ഫോണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനകത്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്യുന്നു, Ctrl+. ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇനി പറഞ്ഞിരിക്കുന്നത് സൂചിക നൽകാം, ഫുഡ് നോട്ട്, എൻഡ് നോട്ട് എന്നുള്ള സംഭവമാണ്. അത് എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഒരു എക്സ്പ്ലനേഷൻ വേണ്ട അല്ലേ, ഒരു പദം ഉണ്ടെങ്കിൽ അതിനെ, വേർഡ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ അതിനെ സൂചിപ്പിക്കാം. നമ്മുടെ ടെക്സ്റ്റൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. അതിനകത്ത് കുറച്ച് വാക്കുകളിവിടെ തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ സ്കൂൾ റിസോഴ്സസിനകത്ത് 9 ഫുഡ് നോട്ടിന് ഒരു കുറേ വാക്കുകൾ, ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉണ്ട്. ആ വാക്കിനെ അതിന് ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ വായിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോക്ലോർ എന്നുള്ള വാക്കുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫുഡ് നോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇൻസേർട്ടിനകത്ത് ഫുഡ് നോട്ട് ഓർ എൻഡ് നോട്ട് എന്നുള്ളുണ്ട്. അതിനകത്ത് ഫുഡ് നോട്ട് എന്ന് പറയുമ്പോൾ ആ പേജിൽ തന്നെ ഫുഡിൽ വരും. ഓക്കെ, അത് എടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫോക്ലോറിന്റെ അവിടെ ഒരു 1 വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കുമോ, ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കത് കോപ്പി ചെയ്ത് ചേർക്കാം. ഫോക്ലോർ എന്നെ എങ്ങനെ സൂചിപ്പിക്കുന്നു അതിനെ നമ്മളൊന്ന് കോപ്പി ചെയ്യുന്നു. ടൈപ്പ് ചെയ്താണ് ചേർക്കേണ്ടത്. ഇവിടെ ഓൾറെഡി നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയൊക്കെ പേസ്റ്റ് ചെയ്യാം. 1ന്റെ അവിടോട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. Ctrl+V പ്രസ് ചെയ്താൽ പേസ്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അത് ആ ഫുഡ് നോട്ട്, ആ പേജിന്റെ ഫുഡ് നോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എൻഡ് നോട്ടും ചെയ്യാം. എൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലാണ് ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റിൽ ആ പദം ഇവിടെ വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് വേറൊരു വാക്കുകൾ നോക്കാം. ഇവിടെ രണ്ടാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് കുമ്മാട്ടി എന്നത് അല്ലേ, കുമ്മാട്ടിപ്പുല്ല് എന്ന് പറയുന്ന ഒരു അതിനെക്കുറിച്ചുള്ളൊരു ഇത് നമുക്ക് താഴേക്ക് കൊടുക്കാം. ഓക്കെ, കുമ്മാട്ടിപ്പുല്ല് എവിടെ കിടക്കുന്നേ നോക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഫൈൻഡ് എന്നുള്ളതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ മലയാളത്തിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു, കുമ്മാട്ടി പുല്ല്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ട് കുമ്മാട്ടിപ്പുല്ല് എന്ന് വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു എൻഡ് നോട്ട് കൊടുക്കണം. അതിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇൻസേർട്ടിനകത്ത് എന്ത് ചെയ്യണം, ഫുഡ് നോട്ട്, എൻഡ് നോട്ട് ടൈപ്പ് ചെയ്യുന്നു. ഇനി കുമ്മാട്ടിപ്പുല്ലിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാം. ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇവിടെ ഓക്കെ കോപ്പി ചെയ്യുന്നു. നമുക്കിവിടെയൊക്കെ പേസ്റ്റ് ചെയ്യാം. Ctrl+V. ഇപ്പോൾ എൻഡ് നോട്ടായിട്ട് അത് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം കണ്ടന്റ് എല്ലാം കഴിഞ്ഞിട്ട്, ടെക്സ്റ്റിന്റെ എല്ലാം കണ്ടന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അതിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നും അത് അവിടേക്ക് പോകാനായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ എവിടെയാണോ അത് വന്നിട്ടുള്ളത് അവിടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, താഴേക്ക് പോയിക്കോളും.
ഞാൻ അവിടെ വരട്ടെ. അതുകൊണ്ട് ആ കൈയുടെ ആരോടെ അടയാളം വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരികയും ചെയ്യും. PDF ആക്കുമ്പോൾ ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മളത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഫുഡ് നോട്ടും എൻ നോട്ടും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി താഴേക്ക് ഉള്ളിട്ട് ഇൻഡെക്സ് കണ്ടൻസ് ടേബിൾ ഓഫ് കണ്ടൻസ് എന്നുള്ളത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ അറിയാമല്ലോ, ഏറ്റവും മുകളിൽ ഈ പറയുന്ന ഉള്ളടക്ക പട്ടിക ഉണ്ടാവും അല്ലേ, ഈ പറയുന്ന മുഖമുണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഉള്ളടക്കം. അപ്പോൾ ഈ രീതിയിൽ ഉള്ളടക്ക പട്ടികയുണ്ട്. അപ്പം ഒന്നാമത്തെ ചാപ്റ്റർ എവിടെയാണ് തുടങ്ങുന്നത്, രണ്ടാമത്തെ എവിടെയാണ് തുടങ്ങുന്നത്, ഏത് പേജിലാണ് തുടങ്ങുന്നത് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഓരോ പേജും പോയി അതിൻ്റെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ആ പേജ് നമ്പർ ഇവിടെ അടിച്ച് ചേർക്കാം. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മാറ്റം ചെയ്ത് പേജിൽ എന്തെങ്കിലും മാറ്റം ചെയ്ത് പുതിയ ഒരു പേജ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇങ്ങനെ പോയി സെലക്ട് ചെയ്ത് മാറ്റേണ്ടി വരും. പക്ഷേ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്താൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പേജ് നമ്പർ നമ്മൾ പോയി നോക്കേണ്ട കാര്യമില്ല, സോഫ്റ്റ്വെയർ തന്നെ പോയി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളും. ഓക്കെ, അതിന് നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ടാണ് ഇൻഡെക്സ് ആൻഡ് ടേബിൾ അല്ലെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻസ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതിന് മുകളിൽ ഒരു പേജ് ഇൻസേർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇൻസേർട്ട് പേജ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇൻസേർട്ടിനകത്ത് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനകത്ത് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന് ഓർ ബിബിലോഗ്രഫി എന്നുള്ള സാധനം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഹെഡിങ്ങുകൾ, ഇപ്പം ഹെഡിങ് 1 എന്നുള്ള സംഭവമാണ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ, ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ കയറി വന്നില്ല. ഇപ്പം ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് വന്നിട്ടില്ല, കാരണം നമ്മൾ വേറൊരു സ്റ്റൈലാണ് ആ ഹെഡിങ്ങിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഹെഡിങ് 1 മാത്രമാണ് കൊടുത്തിരുന്നെങ്കിൽ ഡയറക്റ്റ് ഹെഡിങ് 1 ഹെഡിങ് 2 ഡിഫോൾട്ടായിട്ട് ഇവർ തന്നിരിക്കുന്ന ഹെഡിങ് 1 ഹെഡിങ് 2 ഒക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഓൾറെഡി അത് കയറിയേനെ. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത രീതിയിൽ ചെയ്തായിരുന്നെങ്കിൽ. ഓക്കെ, ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ബിബിലോഗ്രഫിയിൽ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കൂ, ഇവിടെ ഹെഡിങ് 1 ഹെഡിങ് 1.1 1.2 എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെഡിങ് 1 സ്റ്റൈലുള്ളിടത്താണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി വേറൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു, അത് അപ്ലൈ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷണൽ സ്റ്റൈൽ എന്നുള്ള സാധനം എടുക്കുന്നു, അസൈൻ സ്റ്റൈൽ എന്നുള്ള എടുക്കുന്നു. അവിടെ നമ്മൾ കൊടുത്ത ആ സ്റ്റൈലോട് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിനെ നമുക്ക് ഒന്ന് മുന്നോട്ട് നീക്കാം. ഇവിടെ സെലക്ട് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടോട്ട് മാറ്റുന്നു. മൈ സ്റ്റൈൽ 2 എന്നുള്ളത് സബ് ഹെഡിങ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് മാറ്റുന്നു. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നോളും. അതിനുശേഷം ഓക്കെ കൊടുത്താൽ നമ്മൾ കൊടുത്ത ആ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഉള്ള ഹെഡിങ് 1 ഹെഡിങ് 2 ഒക്കെ ആണെങ്കിൽ നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വന്നോളും. ഇപ്പം നമ്മൾ പുതിയൊരു സ്റ്റൈലാണ് അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സിനകത്ത് എന്താ ഓൾറെഡി ഓക്കെ, ഇവിടെ അഡീഷണൽ സ്റ്റൈലിനകത്ത് എടുത്ത് നമ്മൾ മാറ്റേണ്ടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയിട്ട് വരും. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് ഇനി ഈ ടേബിൾ ഓഫ് കണ്ടൻസിനകത്ത് ഈ പറയുന്ന ഇപ്പം ഇതിൻ്റെ ഫോണ്ടൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിന് യോജിക്കുന്ന ഒരു ഫോണ്ടൊന്നുമില്ല. നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് ഇൻഡെക്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റഡ് എഗനിസ്റ്റ് മാനുവൽ ചേഞ്ചസ് ഉണ്ട്, അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ഫോണ്ടൊക്കെ കൊടുക്കാം. ഇപ്പം അനേക മലയാളമാണെങ്കിൽ അനേക മലയാളത്തിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, ഇന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് ഇൻഡെക്സ് കൊടുക്കുന്നു. അവിടെ ഈ പ്രൊട്ടക്റ്റഡ് എഗനിസ്റ്റ് മാനുവൽ ചേഞ്ചസ് അല്ലെ, മാനുവൽ ചേഞ്ചസ് വരുത്താൻ പാടില്ല എന്നുള്ളത് അത് എടുത്തു കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമായ മാറ്റങ്ങൾ ഡയറക്റ്റ് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്, ബാക്ക്ഗ്രൗണ്ട് കളറും. ഓക്കെ, ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്ന ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് താഴോട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കാം, ഒന്ന് ചെയ്യട്ടെ, അനേക മലയാളം. ശരി, അപ്പോൾ അത് ചെയ്തു. ഇനിയിപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നെങ്കിൽ എഡിറ്റ് ഇൻഡെക്സ്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്, കളർ വൈറ്റ് മതിയെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, റെഡി. അപ്പോൾ റെഡിയാണ്. ഇവിടെ നിന്നും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് PDF ആക്കുകയാണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്യേണ്ട, അതേ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഇത് ഞാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട്
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സാധാരണ എൻ്റെ ഇതിനകത്ത് ഒരു ആരോ ആണ് വരുന്നത്, സാധാരണ ഒരു കൈയുടെ അടയാളമായിരിക്കും വരുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ പേജിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ, നാവിഗേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഉള്ളടക്ക പട്ടികയിൽ നിന്ന് ഉള്ളടക്കത്തിലേക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് മാറാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണുള്ളത്. നമുക്കിനിയും ഇതിനെ ഒരു PDF ആക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് സേവ് ചെയ്യാം, എന്നിട്ട് ഫയൽ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള രീതിയിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടായ ഐക്കൺ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ആസ് PDF എടുത്ത് എക്സ്പോർട്ട് ചെയ്യാം. റെഡി, ഫോക്ലോർ, സേവ്, റെഡി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡോക്യുമെന്റ്സിലല്ലോ, ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 9. ഓക്കെ, folklore.pdf റെഡി. നമ്മൾ തയ്യാറാക്കിയ ഡോക്യുമെന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടോട്ട് പൊക്കോളും. ഓക്കെ, താങ്ക് യു.